നോക്കൂ ഈ മത്സരത്തിൽ മാത്രം നിങ്ങൾ ക്രിക്കറ്റിൽ പോയാൽ ഫുട്ബോളിൽ പോയാലോ കാണാൻ പടകിലുണ്ട്, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ തളർന്നിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. സൂപ്പർ. നോക്കൂ, ഇതാണ് കുട്ടനാടുകാരന്റെ പാട്ട്. നോക്കൂ, പ്രമോദ് വെളിയനാട് 15-16 തവണ ഈ ചുണ്ടൻ വള്ളത്തിൽ കയറി അങ്ങോട്ട് തുഴഞ്ഞ മനുഷ്യനാണ്. അത്രയും പരിശീലനമുള്ള, അത്രയും പരിചയസമ്പത്തുള്ള ആളാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഐപ്പുപള്ളിക്കാരൻ ചാർജ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഐപ്പുപള്ളിക്കാരൻ വരൂ. അപ്പോൾ നമ്മളങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ഇനി തിമിർക്കാൻ പോവാണ്. മാനം ചെറുതായിട്ടൊന്ന് കറുത്തിട്ടുണ്ട്. അതിലാണ് ഒരു ചെറിയ സങ്കടമുള്ളത്. മാറും. ഈ കാലാവസ്ഥ ഇതൊരു ഗുണമാണ്. വെയിലില്ല. ശരിക്കും പറഞ്ഞാണല്ലോ, എയർ കണ്ടീഷൻ കാലാവസ്ഥയാണ്. ഈ ഓസ്ട്രേലിയയിലെ ആൾക്കാരും അയർലൻഡിലെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, ഒരുപക്ഷെ അവിടെ പോയി പറയും ഞങ്ങൾ രാവിലെ വരുന്ന സമയത്ത് ഇറ്റ് വാസ് റെയിനിങ്, ബട്ട് ലേറ്റർ ഇറ്റ് ബിക്കെയിം ടു ഹോട്ട്, ലേറ്റർ ഇറ്റ് ബിക്കെയിം റെയിനിങ്. ഒരു ദിവസം 16-17 തവണ വെയിലും മോഡസ്റ്റ് ക്ലൈമറ്റ്. ഇറ്റ്സ് എ മോഡസ്റ്റ് ക്ലൈമറ്റ് അല്ലേ? അപ്പോൾ പ്രശ്നമില്ല, തുഴച്ചിൽക്കാർക്ക് സന്തോഷം. നമ്മുടെ ക്യാമറ ലെൻസുകൾക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ക്യാമറ ലൈറ്റ് ആണ് ഇപ്പോൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തപ്പൂക്കളം പോലെ നിറഞ്ഞു കിടക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ. നമ്മുടെ ജേഴ്സി അണിഞ്ഞവര് ആ പച്ച ജേഴ്സി അണിഞ്ഞിരിക്കുന്നത് ആരാന്ന് കണ്ടോ? ACBC അല്ലേ? കാരിച്ചാൽ അവരുടെ സെക്കൻഡ് ടീമാണ്. അതായത് ചില വള്ളങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമല്ല, ചില വള്ളങ്ങൾ വരുന്നത് ബോണസിന് കൂടെ വേണ്ട. കാരണം അവർക്ക് സർവൈവ് ചെയ്യണം. ഈ ബോട്ടുകളൊക്കെ നിലനിൽക്കേണ്ട ഒന്നാണല്ലോ. അപ്പൊ അതിനുവേണ്ടി കൂടെ വരുന്ന ബോട്ടുകളുണ്ട്. അപ്പൊ 21 നിറത്തിലുള്ള നോക്കൂ, ഈ പ്രകൃതിയുടെ വർണ്ണ വെളിച്ചം. നോക്കൂ, ഒരു മഴവില്ലിങ്ങി പൊട്ടി താഴേക്ക് വീണതുപോലെ ഉന്നമടക്കാരണങ്ങൾ വാരി വിതറുകയാണ് പോലെ നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾ, നാഗഭണങ്ങൾ ഇങ്ങനെ നീട്ടിനിവർത്തി നിൽക്കുന്ന ആ കാഴ്ച ഏറ്റവും മനോഹരമായി ഈ മാസിൽ പങ്കെടുക്കുന്ന ടീമിന് സമ്മാനമുണ്ട്. ഏറ്റവും അച്ചടക്കമുള്ള അഴകെന്ന് പറഞ്ഞു ഞാൻ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിലുള്ള സമ്മാനം ഈ പിള്ളേർ കൊടുക്കും. എന്തൊരു വൈബാണ് ഈ പിള്ളേരുടെ. നാളെ ഇതൊന്നും പണിക്ക് പോകരുത്. അതാണ്, നാളെ രാവിലെ പൊങ്ങാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? സാധാരണ കുട്ടനാട്ട് പറയും അകത്തും വെള്ളം പുറത്തും വെള്ളം. അപ്പൊ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ് ഈ ഒരു മാത്രമല്ല, നമ്മളിവിടെ നോക്കി ക്യാമറ തിരിച്ചപ്പെടുത്തോ, നോക്കൂ, വെള്ളത്തിൽ നീന്തുന്ന ആളുകൾ നോക്കൂ. ഇവരെ സംബന്ധിച്ച് സംഭവം കൂടെ ഉണ്ട്. അവരുടെ വള്ളം ഇങ്ങനെ ജയിച്ച് പിന്നെ നമ്മുടെ ചേട്ടനോട് ഒരു ചായ സ്പോൺസർ ചെയ്തേക്കാണെന്ന് തോന്നുന്നു. ഹലോ, ചായ ആണോ? താങ്ക് യു. ഇതാണ് നോക്കൂ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഒന്നുകൂടിയാണിത്. അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ പേര്, ചേട്ടന്റെ പേരെന്താ? അല്ലല്ല, നോ, യുവർ നെയിം. ഓക്കെ. നല്ല ചൂടാ. സുജയുടെ ടീമിൽ നിന്ന് വന്നേക്കുന്ന പത്തനംതിട്ടയിൽ നിന്ന് വന്ന നിരണം ടീമാണ്. അത് മാത്രമല്ല, നേരത്തെ അരുണിനോട് ഞാൻ സൂചിപ്പിച്ച ഈ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ പ്രതിഭകളാണ്. കാരണം വെച്ചാൽ അവരുടെ ജയിക്കുന്ന വള്ളം ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുമ്പോൾ അവർ നേരെ ചെന്നിട്ട് ഈ തള്ള വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ചുറ്റി, മഴ പെയ്യില്ലെങ്കിൽ ചുറ്റി അവരുടെ ദേഹത്തേക്ക് ഒഴിക്കും. അവർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. കാരണം പഴുത്തിരിക്കുകയാണ് ശരീരം. ആ പഴുത്തിരിക്കുന്ന ശരീരത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വന്ന് വീഴുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിപ്പോ എത്ര പോലീസുകാർ അവരെ ഞാൻ ഇടയ്ക്ക് ഒരു കട്ടൻ കാപ്പിയുടെ കാര്യം പറയട്ടെ. താങ്ക് യു ശ്രീ നിരണം രാജൻ. ഇറ്റ്സ് വണ്ടർഫുൾ കോഫി, ദോ ഇറ്റ് ഈസ് എ വിത്തൗട്ട്. നോ ഇറ്റ്സ് ഗുഡ്. നിരണം ചുണ്ടന് വേണ്ടി കാത്തിരിക്കുക. സുജയ്ക്ക് ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നിരണം ദേ ഓൾസോ സപ്പോർട്ട് നിരണം. കണ്ടിന്യൂ പോവാണ്. ആലപ്പുഴക്കാരുടെ ഒരു സൗന്ദര്യം നോക്കി. നിങ്ങൾ രാവിലെ കോഫി വിത്തരണം അവസാനിപ്പിച്ചപ്പോ ഞങ്ങൾ വൈകുന്നേരം കോഫി തരികയാണ്. സ്നേഹമുള്ള മനുഷ്യരാണ് അല്ലേ? പത്തനംതിട്ടയിലുള്ളവര്, സുജിയുടെ നാട്ടിലുള്ളവര് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. എടപ്പള്ളി പെരുന്നാളിന് പോയി കഴിഞ്ഞാല് കോഴിയെ ചൂടാൻ വേണ്ടി വീടെല്ലാം തുറന്നു തരുന്ന പറഞ്ഞ പോലെ ഏത് വള്ളത്തിൽ ചെന്ന് ചോദിച്ചാലും ആവശ്യമുള്ള എന്താണോ അത് നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ, മാസ്റ്റില് തുടങ്ങാറായെന്ന് തോന്നുന്നു. അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുക. വെള്ളപ്പൊക്കത്തിൽ ചങ്ങനാശ്ശേരിയിലെ പാറപ്പള്ളിയുടെ ക്യാമ്പിൽ 13 ദിവസം ക്യാമ്പ് ചെയ്തവനാണ് ഞാൻ. എന്റെ ഭാര്യ, എന്റെ അമ്മ, മകൻ എല്ലാവരുടെ കൂടുന്ന അവർക്ക് ഭക്ഷണം തന്ന് നമ്മളെ സ്വന്തം സഹോദരങ്ങൾ പോലെ കാത്തവരാ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലെ ആളുകൾ. അപ്പൊ അവർക്ക് ഈ അതിൽ കുട്ടനാട്ടുകാരുടെ ഒരു വലിയ സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. അതേപോലെ നമ്മുടെ കൊല്ലത്ത് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കൊല്ലത്തും ഉണ്ട് കേട്ടോ വള്ളംകളി.
ഞങ്ങളുടെ കൊല്ലംകാരെ നിങ്ങൾ പ്രസിഡന്റ് ട്രോഫി അതെ അവസാനം ഈ പുന്നമടക്കായലിന് സൗന്ദര്യം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ അഷ്ടമുടിക്കായലിൽ വന്നിട്ടുണ്ടോ? അഷ്ടമുടിക്കായലിന്റെ കാഴ്ച കണ്ടിട്ടുണ്ട്? അഷ്ടമുടിക്കായലിൽ വീരഭദ്ര നടയുടെ മുമ്പിലൊക്കെ നിന്നോട്ടൊരു കാറ്റുകൊള്ളലുണ്ട്. എന്റെ അപ്പോ എന്തൊരു സുഖം സൗന്ദര്യമുള്ള കാഴ്ചയാണെന്നറിയോ? ആ അഷ്ടമുടിക്കായലിൽ നടക്കുന്ന മത്സരമാണ് പ്രസിഡന്റ് ട്രോഫി. ആ പ്രസിഡന്റ് ട്രോഫിയോ ഇതേപോലെ ആവേശമുള്ള മത്സരമാണ്. അതേപോലെ കല്ലട ട്രോഫി ഉണ്ട്. കല്ലട വള്ളംകളി, കന്നേറ്റി വള്ളംകളി, കന്നേറ്റി വള്ളംകളി ഉണ്ട്. അതേപോലെ കായംകുളങ്ങാടി ഉണ്ട്. നമ്മുടെ പൊന്നാനിയിലും കൊണ്ടൊരു വള്ളംകളി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് താമസിയാതെ ചുണ്ടൻ വള്ളം പൊന്നാനിയിലേക്ക് വരും. യാത്രയുടെ ഒരു ബുദ്ധിമുട്ടാണ് സാറേ. അത്ഭുതമായിരുന്നു. എറണാകുളത്ത് കൊച്ചിക്കായലിൽ വള്ളങ്ങൾ ഹൈക്കോടതി ജംഗ്ഷനിൽ പോയി തുഴഞ്ഞു കളഞ്ഞു. തണ്ണീർമുക്കം വണ്ട് കടന്ന് വള്ളങ്ങൾ പോയി തുഴയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. പ്രേക്ഷകർ ഒരുപാട് കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നു. തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മാസ്റ്റിൽ എങ്ങനെയാ തുടങ്ങുന്നത് ഒന്ന് പറയാമോ? ഫിസിലടിക്കും. ആദ്യം തുഴ മടിയിൽ വെക്കും. മടിയിൽ വെച്ചിട്ട് അവർ സല്യൂട്ട് കൊടുക്കും. വിശിഷ്ടാതിക്ക് സല്യൂട്ട് കൊടുക്കും. അതിനുശേഷം തുഴ നാട്ടി പിടിക്കും. നാട്ടി പിടിച്ച് തുഴ വെള്ളത്തിലടിക്കും. വീണ്ടും നാട്ടി പിടിക്കും. തുഴയിലാണ് മൊത്തം പരിപാടികൾ ഇരിക്കുന്നത്. തുഴ കൊണ്ടാണ് മൊത്തം അതിന് ഭയങ്കര നമുക്കൊരു എങ്ങനെയായിരിക്കും മാസ്റ്റിൽ എന്നുള്ളത് കാണിക്കും. മടി വെക്കുക, അവിടെ ആർപ്പിടും. ഫിസിലടിക്കുന്നിടത്ത് ആദ്യം സല്യൂട്ട്, രണ്ടാമത് തുഴ മേലോട്ട് ആർപ്പ് പോകുമെന്ന് പറഞ്ഞു. വീണ്ടും തുഴ താഴോട്ട്, വീണ്ടും ഒരു 3 സല്യൂട്ടാണ് തോന്നുന്നത്. 10 എണ്ണമാണ് മൊത്തം. അതിന്റെ തുഴയിങ്ങനെ പിടിക്കും, വെളിയിലോട്ട് തള്ളും, വീണ്ടും അകത്തോട്ട് വീണ്ടും വെളിയിലോട്ട് തള്ളും, വീണ്ടും അകത്തോട്ട് വീണ്ടും വെള്ളത്തിലേക്ക്. അങ്ങനെ 10 ഐറ്റം. ആ മാസ്റ്റിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ നോക്കൂ സാറേ, ഇതെല്ലാം കൂടി കിടക്കുന്ന പോലെ തോന്നില്ലേ? പക്ഷെ അവിടെ ചെന്ന് നോക്കണം, അവർക്ക് തുല്യ അകലം ഇട്ടിട്ടുണ്ട്. വലിയ അകലമുണ്ട്. ഓ, നമ്മൾ ഇവിടെ നോക്കിയിട്ടാണത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കാഴ്ചകൾ നിങ്ങൾ കാണണം. മാസ്ജിദിൽ നിങ്ങൾ കാണണം. നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇതുവരെ കണ്ട കാഴ്ചയല്ല. കാണാൻ പോകുന്ന കാഴ്ചകൾ തെങ്കേമം. അതിൽ കണ്ട കാഴ്ചകളെക്കാൾ എത്രയോ വള്ളങ്ങളുടെ അമരം ഒന്ന് നോക്കി സാറേ, എങ്ങനെ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ച ലോകത്തിന് നൽകുന്ന കുട്ടനാടിന്റെ ലോകത്തിലുള്ള സല്യൂട്ടാണ്. കാരണം തന്നിലേക്കും വശത്തേക്കും ഭൂമിയിലേക്കും ആകാശത്തേക്കും ഒക്കെ കൈകൾ ഉയർത്തി കാണിക്കുന്നതിന് ഒരു മാതൃകയുണ്ട്, ഒരു സിംബോളിക് ഉണ്ട്, ഒരു ജീവിത തീരുമാനമുണ്ട്. ഇത് 1979 UBC ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വള്ളം. ആ UBCയുടെ ക്യാപ്റ്റനാണ് അന്ന് CK സദാശിവം. നോക്കൂ അതിന്റെ ഒരുമ, അതിന്റെ സ്വരമ. 21 ചുണ്ടന്മാര് ഒരേ സമയത്ത് ഒരേ ദിശയിലേക്ക് അവരുടെ കൈകൾ വീശിക്കൊണ്ട് അവർ ലോകത്തിന് നൽകുന്ന സല്യൂട്ടാണ് സത്യത്തിൽ ഈ കുട്ടനാടൻ കായൽ, ഈ വേമ്പനാട്ട് കായൽ ലോകത്തിന് കൊടുക്കുന്ന സല്യൂട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകത്തോട് കുട്ടനാട്ടുകാർ പറയുന്നു, ഞങ്ങൾ വ്യത്യസ്ത ജേഴ്സികളിൽ വന്നവരായിരിക്കാം, ഞങ്ങൾ വ്യത്യസ്ത ചുണ്ടൻ വള്ളങ്ങളിൽ നിൽക്കുന്നവരായിരിക്കാം, പക്ഷേ നോക്കൂ, ഇത് ഞങ്ങളുടെ ആവേശമാണ്. നമ്മൾ ഒന്നാണ്. ഈ സല്യൂട്ട് നിങ്ങൾ സ്വീകരിക്കുക. കുട്ടനാടിന്റെ സൗന്ദര്യം നിങ്ങൾ അറിയുക. പ്രിയപ്പെട്ടവരെ, മഴവില്ലഴക് പുന്നമടക്കായലിൽ വീണ് കിടക്കുന്നത് പോലെ ഇതേ നെഹ്റു ട്രോഫി വള്ളങ്ങൾ ഇതാ ഇനി അങ്ങോട്ട് മാസ്റ്റിൽ അവസാനിച്ചു. ഇനി സൗഹൃദമെല്ലാം ഇവിടെ അവസാനിച്ചു കേട്ടോ.